കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ വീണ്ടും ട്രാക്ടർ പരേഡുമായി കർഷക സംഘടനകൾ. റിപ്പബ്ലിക് ദിനത്തിൽ 500 ജില്ലകളിൽ ട്രാക്ടർ പരേഡ് നടത്താൻ സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം. മിനിമം താങ്ങുവില, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മിനിമം താങ്ങുവില, കാർഷിക കടാശ്വാസം എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ട്രാക്ടർ റാലി നടത്താൻ സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തത്. വൈദ്യുതി സ്വകാര്യവൽക്കരണ ബിൽ പിൻവലിക്കുക, ലഖിംപൂർ ഖേരി കൂട്ടക്കൊലയുടെ മുഖ്യ ആസൂത്രകൻ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് പ്രക്ഷോഭം. BJP RS പിന്തുണയോടെ നടക്കുന്ന കോർപ്പറേറ്റ് ഭരണത്തിനെതിരെ ജനുവരി 10 മുതൽ 20 വരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഭവന സന്ദർശനവും ലഘുലേഖ വിതരണവും നടത്താനും സംയുക്ത കിസാൻ മോർച്ച ജനറൽ ബോഡി തീരുമാനിച്ചു. വൻതോതിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ദാരിദ്ര്യവും കടക്കണിയും നഗരങ്ങളിലേക്ക് അനിയന്ത്രിത കുടിയേറ്റവും സൃഷ്ടിക്കുന്ന നയങ്ങളാണ് മോദി സർക്കാർ നടപ്പാക്കുന്നത്. GDP വളർച്ചയുടെ കണക്കുകൾ കൊട്ടിഘോഷിക്കുമ്പോഴും ഇതിൻ്റെ നേട്ടങ്ങൾ ലഭിക്കുന്നത് കോർപ്പറേറ്റുകൾക്കാണ്. കോർപ്പറേറ്റ് ചൂഷണത്തിനെതിരെ ജനങ്ങളെ വൻതോതിൽ അണിനിരത്താനും കിസാൻ മോർച്ച ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചു. ഔദ്യോഗിക റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ശേഷമാകും ട്രാക്ടർ റാലി നടത്തുക. റാലിയിൽ പങ്കെടുക്കുന്നവർ അതത് സംഘടനകളുടെ കൊടികൾക്കൊപ്പം ദേശീയ പതാകയും വാഹനത്തിൽ സ്ഥാപിക്കണം. ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സോഷ്യലിസം എന്നീ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന പ്രതിജ്ഞയും കർഷകർ ചൊല്ലും. വരും ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിക്കാനും സംയുക്ത കിസാൻ മോർച്ച തീരുമാനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.